ഈ ചക്കയുടെ സീസണിൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്നാൽ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 തരത്തിലുള്ള ചക്ക അട എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം നന്നായിട്ട് പഴുത്ത ചക്ക എടുത്തിട്ട് അതിൻ്റെ ചുള കുറച്ച് വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ വെച്ച് 2 വിസിൽ വരുന്ന വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുത്ത ചക്ക നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെള്ളത്തിന് പകരം ഞാനിപ്പോൾ കുറച്ച് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2-3 ട്രിപ്പായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഉരുളി അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് ഹാർഡാക്കി വരട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വരട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, കുറച്ച് ജീരകം, അതുപോലെ 3-4 ഏലക്കായ, ഇത്രയും നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യത്തെ ടൈപ്പ് ചക്കാട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചക്ക വരട്ടിയത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, അതായത് അപ്പപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെയും ചക്കയുടെയൊക്കെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ശർക്കരപ്പാനിയുടെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. കയ്യിലൊട്ടുന്ന ഈ ഒരു പരുവത്തിൽ ഇത്രയും ഒന്ന് ലൂസായിട്ട് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിലൊന്ന് തടവാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈയോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് എല്ലാ ഭാഗവും ഒരേ ലെവലിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആവി കയറ്റിയെടുത്തിട്ടുള്ള പ്ലേറ്റിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കടയാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പുള്ള അട എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ചീകിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല 1/4 ടീസ്പൂൺ ചേർത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ഇലയട ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ ഒരു ചക്ക അട ഉണ്ടാക്കുന്നത്. ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അപ്പപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മസാല കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചക്കയുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ശർക്കര വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർക്കുന്നില്ല. പകരം ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു പരുവത്തിലുള്ള മാവായിട്ട് നമുക്ക് എടുക്കാം. ഒരു വാഴയിലയുടെ പീസ് നമുക്ക് വാട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തി കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയും കൂട്ടിയുള്ള മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് 4 ഇലയട കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്ത ടൈപ്പ് അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് ഇതേപോലെ തന്നെ ചക്ക വരട്ടിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അപ്പം പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതുപോലെ 1/4 ടീസ്പൂൺ നമ്മുടെ ചുക്കും ഏലക്കയൊക്കെ പൊടിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നനവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മധുരം ആവശ്യമാണെങ്കിൽ ശർക്കരപ്പാനി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വാട്ടിയെടുത്തിട്ടുള്ള ഒരു ഇലയിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നല്ല കനം കുറച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു മാവ് മാത്രം തീരെ കനം കുറഞ്ഞ്, എത്രത്തോളം കനം കുറഞ്ഞ് പരത്താമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു അടയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഓരോ ഇലയട വെച്ച് കൊടുക്കാം. ഈ കല്ലിൽ നമ്മൾ എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള തവയിൽ മതി. തവയിൽ ഇലയട വെച്ചിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് 2 വശവും ഒരേപോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം.
ഈ വാഴയിലേക്ക് ഒന്ന് വാടി ഒന്ന് കരിഞ്ഞൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും അട റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഈ 3 തരത്തിലുള്ള ഇലയട ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. ഇനി ഇങ്ങനെയൊക്കെ ഇലയട ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഇതിനകത്ത് ഏത് ടൈപ്പുള്ള ഇലയടയാണെന്ന് അതുകൂടി കമൻറ്റിൽ പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ഈ ഒരു സീസണിൽ ട്രൈ ചെയ്യണേ.